ഇന്നലെ മുതൽ മോദിയും അവരുടെ പാർട്ടിയും ചെയ്ത പ്രധാനപ്പെട്ട പണി വനിതാ നാരി ശക്തി ബില്ല് ഒരു 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 എന്താ പറയുക, ഒരു പരിചയമായി വെച്ചുകൊണ്ട്, ഒരു തന്ത്രമായി വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഡീമോണിറ്റൈസേഷൻ നടത്തണം. അല്ല സോറി, ഡീലിമിറ്റേഷൻ നടത്തണം. ഡീലിമിറ്റേഷൻ ഇപ്പോഴത്തെ പോക്കിൽ 2026 തുടങ്ങുന്ന സെൻസസ് പ്രക്രിയ, അത് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി വന്ന് ചെയ്യുമ്പോഴത്തേക്കും 2029 കഴിയും. 2029 എന്ന് പറഞ്ഞാൽ അടുത്ത മോദിയുടെ ജനവിധിക്ക് തേടാൻ പോകുന്ന വർഷമാണ്. ഇതാണ് പ്രശ്നം. ഈ ബുദ്ധി 2023 അവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ് മോദി ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവുക. കയ്യിലുണ്ടായിരുന്നു ഇത് മുഴുവൻ. അന്ന് വനിതാ ബില്ല് വരുമ്പോൾ അത് 2026 അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു ഇത് 2034 വരുള്ളൂ. അത് സാരമില്ല എന്ന് പറഞ്ഞ മോദി വിട്ടുപോയതാണ്. ഇപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. പിന്നീട് വന്ന 2024 അതിദയനീയമായി പരാജയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, എങ്ങനെങ്കിലും 2029 മുമ്പ് മണ്ഡലങ്ങൾ വെട്ടണം, അവർക്ക് അനുകൂലമായി വെട്ടണം. എങ്ങനെ ആസാമിൽ വെട്ടിയതുപോലെ, ജമ്മു കാശ്മീരിൽ വെട്ടിയതുപോലെ അവർക്കത് വെട്ടണം. അത് വെട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഈ സെൻസസിന് വേണ്ടി കാത്തു നിൽക്കാതെ പഴയ സെൻസസ് വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. മുമ്പ് അവരുടെ പ്ലാൻ കുറച്ചുകൂടെ വലുതായിരുന്നു. 2021 കോവിഡിന് ശേഷം എന്താ സെൻസസ് നടത്താത്തതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അർത്ഥഗർഭമായ മൗനമായിരുന്നു. അവർ 2026 വേണ്ടി കാത്തിരുന്നതാണ്. ഏതാ 2026 ശേഷമുള്ള സെൻസസ് വെച്ചാണ് ഡീലിമിറ്റേഷനുള്ള ഒരു നിയമം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് 2034 വേണ്ടി മോദി വില്ലാളി വീരനായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത്. അടുത്ത 10-15 വർഷത്തേക്ക് എനിക്ക് മുമ്പിൽ എതിരാളികളെ ഇല്ല എന്ന ഒരു ധൈര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 2024 വാസ് എ ഗെയിം ചേഞ്ചർ. അപ്പം എങ്ങനെങ്കിലും വനിതാ സംവരണത്തിൻ്റെ പേരിലാണെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഇലക്ഷനാണ് കറക്റ്റ് ടൈം. എന്തുകൊണ്ടാണ് 72 മണിക്കൂറിനകം പെട്ടെന്ന് വിളിച്ചു ചേർത്തതെന്ന് ചോദിച്ചാൽ, ഈ ഇലക്ഷൻ സമയത്താണ് സ്ത്രീകളെ നിങ്ങൾ വഴിയാധാരമാക്കി എന്ന ഒരൊറ്റ ട്രംപ് കാർഡ് വെച്ചിട്ട് എങ്ങനെങ്കിലും പ്രതിപക്ഷത്തെ കൂടെ പിടിക്കാമെന്നാണ് തോന്നിയത്. പക്ഷേ അത് വിലപ്പോയില്ല.